കുട്ടികളെ, നമ്മൾ ഇന്ന് ലോകം കണ്ടതിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് പേര് കേട്ട സിനിമയെക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഇന്നും IMDb റേറ്റിംഗ് 9.3 ആണ് ഈ സിനിമയ്ക്കുള്ളത്. ഈ സിനിമ കണ്ട ഒരുപാട് വലിയ പല റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ളത് അവര് കണ്ടതിലെ ഏറ്റവും മികച്ച സിനിമ എന്നാണ്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ്. പിന്നെ എന്തൊക്കെയോ ഭയങ്കരമായ സംഭവങ്ങൾ ആ സിനിമയിൽ മറഞ്ഞു കിടപ്പുണ്ട് എന്നാണ് തോന്നുന്നത്. സിനിമയുടെ പോക്ക് കണ്ടപ്പോ ഇതിന്റെ ക്ലൈമാക്സ് ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ഒരു രീതിയാണ്. അങ്ങനെയാണ് ഇത് കൊണ്ടുപോവുക. പക്ഷെ കാണികളെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു അടിപൊളി ക്ലൈമാക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ സ്വത്തുകുട്ടികൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആന്റി കയ്യിലൊരു തോക്കും ഒരു കുപ്പി വിസ്കിയായി ഒരു കാറെ ആർക്കോ വേണ്ടി കാത്തുനിൽക്കുന്ന സീനാണ്. കട്ട് ചെയ്ത ആന്റി ഇപ്പൊ കോടതിയിലാണ്. തന്റെ ഭാര്യനെയും കാമുകനെയും വെടിവെച്ച് കൊന്ന കേസിൽ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ തെളിവെല്ലാം അവനെതിരെയായിരിക്കും. ആന്റി പറയും, അന്ന് ഞാൻ മദ്യപിച്ചിരുന്നു, അവരെ കൊല്ലാൻ ആഗ്രഹിച്ചു എന്നത് സത്യമാണ്. പക്ഷെ കഴിയാതെ വന്നപ്പോ തിരിച്ചു വന്ന് ഞാൻ കാറിൽ കയറി പോകുന്ന വഴി പുഴയിലേക്ക് ഞാൻ ആ ഗണ്ണ് വലിച്ചെറിഞ്ഞു. അതിന് എതിർഭാഗം വക്കീൽ പറയും, നിങ്ങൾ പറയുന്ന കഥ കേൾക്കാൻ കൊള്ളാം, പക്ഷെ പോലീസ് ആ റിവർ മുഴുവൻ അന്വേഷിച്ചു, എന്നിട്ട് നിങ്ങളുടെ തോക്ക് കിട്ടിയിട്ടില്ല. ഒരു റിവോൾവറിൽ 6 ബുള്ളറ്റേ കാണൂ, പക്ഷെ കിട്ടിയ ബോഡിയിൽ 8 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ സ്വന്തം ഭാര്യനെയും അവളുടെ കാമുകനെയും കൊന്നത്. ഒരുപക്ഷെ അവർ ചെയ്ത് തെറ്റായിരിക്കാം, എന്നാലും ആ പാവ മനുഷ്യരുടെ ജീവൻ എടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. കോടതി ആന്റിക്ക് 2 ജീവപര്യന്തം വിധിക്കും. നമ്മുടെ നാട്ടിൽ ജീവപര്യന്തം 14 വർഷമാണ്. അവരെ നാട്ടിൽ ആ സമയത്ത് 20 മുതൽ 25 വർഷം വരെ ഉണ്ട്. ഇതേ സമയത്ത് ജയിലിനകത്ത് നമ്മുടെ മോർഗൻ ഫ്രീമാൻ, അദ്ദേഹം ഓൾറെഡി ഒരു കുറ്റവാളിയാണ്. പരോളിനു വേണ്ടി ഇന്റർവ്യൂവിന് ആൾക്കാർ വിളിച്ചു വരുത്തും. നിങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടിയതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായോ, എന്തേലും മാറ്റമുണ്ടോ ചോദിക്കുമ്പോൾ മോർഗൻ പറയും, അതെ, എന്നിലെ പാപത്തിന്റെ കറയെല്ലാം ഒഴുകിപ്പോയി. ഇനി സൊസൈറ്റിക്ക് ഞാൻ കാരണം ഒരു ശല്യം ഉണ്ടാവില്ല. അതിനവര് റിജക്റ്റ് അടിച്ച് മോർഗനെ തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പറഞ്ഞുവിടും. ഓരോ 5-10 വർഷം കൂടുമ്പോൾ ഇങ്ങനെ പരോള് കൊടുക്കാൻ വേണ്ടി അവർ ഇന്റർവ്യൂ ചെയ്യും. പക്ഷെ കാര്യമൊന്നുമില്ല. അവന്മാരെങ്ങാനും കനിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പരോള് കിട്ടുള്ളൂ. മോർഗൻ വീണ്ടും തിരിച്ച് ജയിലിനകത്തേക്ക്. കൂടെ തന്നെ ഒരുപാട് ശിങ്കിടികളും കാണും. മോർഗനാണ് ഈ ജയിലിൽ കള്ളും കഞ്ചാവും സിഗരറ്റും തോർത്തും ചീപ്പും അങ്ങനെ ആൾക്കാർക്ക് എന്തൊക്കെ വേണോ ആ സാധനമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ആൾ. അതിന് വേണ്ട കമ്മീഷൻ അവൻ പറ്റുകയും ചെയ്യും. ഈ സമയത്താണ് ഹീറോയും കൂടെ കുറെ കുറ്റവാളികളും കൂടി ആ ജയിലിലേക്ക് വരുന്നത്. അവരെല്ലാം ഇനി ഈ ജയിലിലാണ് കഴിയാൻ പോകുന്നത്. അങ്ങനെ പുതിയ ജോയിനീസ് വരും. എല്ലാവരും ആർപ്പ് വിളിച്ച് തെറിയും വിളിച്ച് അവരെ വരവേൽക്കും. അപ്പൊ നമ്മുടെ മോർഗനും ടീമും ഈ വന്നിരിക്കുന്ന പുതിയ ന്യൂബീസിൽ ഓരോരുത്തരുടെ മേലെയും ബെറ്റ് വയ്ക്കും. അതെന്തിനാന്നുള്ളത് ഇപ്പൊ അറിയില്ല. നമ്മുടെ മോർഗൻ ആണെങ്കിൽ ഹീറോയുടെ പുറത്ത് 2 പാക്കറ്റ് സിഗരറ്റിന് ബെറ്റ് വയ്ക്കും. അത് കഴിഞ്ഞ് പുതിയ തടവുകാരെയെല്ലാം ആ ജയിലിലെ വാർഡൻ കണ്ടുമുട്ടും. അയാൾ പേര് പറയും, മിസ്റ്റർ നോട്ടൺ, എനിക്കിവിടെ 2 കാര്യങ്ങളാണ് മുഖ്യം. നമ്പർ 1 ഡിസിപ്ലിൻ, നമ്പർ 2 ബൈബിൾ. അപ്പൊ ഒരു മുതലക്കണ്ണം പറയും, അവൻ ലേശം വെടക്കാണ്, എപ്പോഴാ തിന്നാൻ തിരാൻ ചോദിക്കും. ഉടനെ വാർഡൻ ഒരു ക്യാപ്റ്റനെ വിളിക്കും. അവനാണ് ഈ ജയിലിലെ ഡേഞ്ചർ ആള്. അവൻ ആ തടവുകാരന്റെ വയറ്റത്ത് കുത്തിയിട്ട്, ഞങ്ങൾ എപ്പോ തരുന്നോ അത് നീ തിന്നും, എന്ത് തന്നാലും നീ തിന്നോണെന്ന് പറയും. വാർഡൻ എല്ലാവർക്കും ഓരോ ബൈബിളും കിട്ടും, നിങ്ങൾക്ക് വേണ്ട ഡിസിപ്ലിനും കിട്ടും. എല്ലാരെയും സെല്ലിലേക്ക് പോകാൻ പറയും. വെൽക്കം ടു ഷോഷാങ് ജയിൽ. തടവുകാരെ വെള്ളമടിച്ച് വൃത്തിയാക്കി അത് കഴിഞ്ഞ് മേത്തെന്തോ പൗഡറും പൂശി എല്ലാവർക്കും ഓരോ യൂണിഫോമും കൊടുത്ത് ന്യൂഡായി സെല്ലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഓരോരുത്തരെയായി അവരവരെ സെല്ലിലേക്ക് പറഞ്ഞുവിടും. ഹീറോയ്ക്കാണെങ്കിൽ ഒരു എമോഷനും ഉണ്ടാവില്ല. അവൻ കല്ല് പോലെ ഇരിപ്പുണ്ടാവും. എല്ലാരെയും സെല്ലി കയറ്റി പോലീസുകാർ ലൈറ്റ് ഓഫ് ചെയ്ത് പോകും. ഇനിയാണ് കാത്തിരിപ്പ്. അതായത് ആദ്യ ദിവസം സെല്ലി വരുന്ന ആൾക്കാരിൽ ഒരുപാട് പേര് കരഞ്ഞ് നിലവിളിക്കും. അത് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും ബെറ്റ് വെച്ച്. ഈ കൂട്ടത്തിലൊരു ഗുണ്ടപ്പനുണ്ടാവും. അവൻ കരയൊന്ന് മനസ്സിലാക്കുമ്പോൾ അവന്റെ പുറത്ത് ബെറ്റ് വെച്ചവൻ അടുത്ത സെല്ലിന്ന്, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, പക്ഷെ എനിക്ക് വേണ്ടി നീ ഇടയ്ക്കിടെ ചില അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയും. അതിന് ഗുണ്ടൻ കരഞ്ഞിട്ട്, എനിക്കിപ്പോ വീട്ടിൽ പോകണം, എനിക്ക് അമ്മനെ കാണണമെന്ന് പറഞ്ഞ് ഒച്ച വെച്ച് കരയാൻ തുടങ്ങും. സോ അവനാണ് വിന്നർ എന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് ഫ്രഷ് ഫിഷ് എന്ന് പറഞ്ഞ് ഒച്ച വെക്കുമ്പോൾ ഈ ഒച്ചയും വള്ളം കേട്ട് ക്യാപ്റ്റനും 2 പോലീസുകാരും വരും. അവര് ഗുണ്ടനോട് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ ഗുണ്ടൻ കരഞ്ഞിട്ട്, എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടൂ, ഞാൻ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണ്, എന്നെ പുറത്തേക്ക് വിടൂ എന്ന് പറഞ്ഞ് കരയും. കരച്ചില് നിർത്തടാന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ അവനെ പുറത്തേക്ക് വിളിച്ച് അവന്റെ ചങ്ക തന്നെ കുത്തിയിടും. തടിയനെ അടി താങ്ങാൻ പറ്റില്ല, അവൻ ബോധം കെട്ടുപോകും. അപ്പൊ മോർഗൻ ആണെങ്കിൽ അതിശയം. മോർഗൻ വിചാരിച്ചത് ഹീറോ കടന്ന് മോങ്ങുന്നാണ്. പക്ഷെ ഹീറോ മോങ്ങിയിട്ടേ അല്ല. പിറ്റേ ദിവസം കല്ലുപോലെ അവൻ വന്ന് നിപ്പുണ്ടാവും. അവന്റെ നോട്ടത്തിലും പ്രവർത്തനത്തിലും എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. എല്ലാരും കഴിക്കാനിരിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു പുഴുവിനെ കിട്ടും. ഉടനെ അടുത്തിരിക്കുന്ന ലേശം പ്രായം കൂടിയ ഒരു പ്രായ മനുഷ്യൻ, ആ ജയിലിൽ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരു മനുഷ്യനുണ്ട്. പുള്ളി പാവാണ്. പുള്ളി ആ പുഴുവിനെ വാങ്ങിച്ചിട്ട് പോക്കറ്റിലെ ഒരു കാക്കക്കുട്ടിക്ക് കൊടുക്കും. ആ കാക്കയുടെ പേര് ജെയ്ക്ക് എന്നാണ്. ജെയ്ക്ക് നന്ദി പറഞ്ഞു എന്ന് പറയും. അപ്പോഴാണ് മോർഗന്റെ കൂടെയുള്ള ആള്, ആ ബെറ്റ് വെച്ചവൻ, അവൻ എല്ലാരെ കയ്യിൽ നിന്ന് സിഗരറ്റ് കളക്ട് ചെയ്യും. മോർഗൻ 2 പാക്കറ്റ് കൊടുക്കാനുണ്ട്. ഈ സമയത്താണ് വേറൊരു ജയിൽ പുള്ളിയുടെ അടുത്ത് ഗുണ്ടൻ എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അയാൾ പറയും, കഴുത്തിനിട്ടാണ് കുത്തിയത്, അതുകൊണ്ട് ആ പാവം മരിച്ചുപോയി. ഉടൻ തന്നെ ഹീറോ അവന്റെ പേരെന്താന്ന് അറിയാൻ ചോദിക്കും. അതിന് മോർഗന്റെ കൂടെ ഉണ്ടായിരുന്ന വില്ലൻ, അവൻ നീ
ഇന്നലെ വന്നിട്ട് ഞങ്ങളെക്കാളും മുന്തുന്നോ? അവന്റെ പേരറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോണേ? അവൻ എന്തായാലും ചത്തു, പോയി പണി നോക്കടാന്ന് പറയും. അത് കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് ഈ ജയിലിൽ തന്നെ ഉണങ്ങി വരണ്ടിരിക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഹീറോനെ ഇഷ്ടാവും. അവന്മാർ മെല്ലെ നമ്മുടെ ചെക്കനെ ട്യൂൺ ചെയ്യാൻ നോക്കും. പക്ഷെ ആന്റി ഒന്നും മിണ്ടാതെ അവിടുന്ന് മാറിപ്പോവും. അത് കഴിഞ്ഞ് ആന്റി ആ ജയിലിൽ ആരോടും മിണ്ടില്ല. ആദ്യമായിട്ട് അവൻ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ മോർഗന്റെ അടുത്താണ്, റെഡിന്റെ അടുത്ത്. നിങ്ങളല്ല ഈ ജയിലിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആള്, എനിക്കൊരു റോക്ക് ഹാമർ വേണമെന്ന് ആന്റി പറയും. കല്ലുടയ്ക്കുന്ന ഒരു ചെറിയ ചുറ്റിക, സാധാരണ വലിപ്പം പോലും ഉണ്ടാവില്ല, അത് 6-7 ഇഞ്ച് നീളം മാത്രമേ കാണൂ. ആ സാധനമാണ് വേണമെന്ന് പറയാം. എന്നിട്ട് അഡ്വാൻസ് പണം ഒരു കോയിൻ തൊട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ റെഡ് ചോദിക്കും, നിനക്ക് എന്തിനാണ് ആ റോക്ക് ഹാമർ? ആരുടെയെങ്കിലും തല തല്ലി പൊളിക്കാനാണോ? അതിന് ആന്റി പറയും, എനിക്കിവിടെ ആരും ശത്രുക്കളില്ല. അപ്പൊ റെഡ് നമ്മുടെ തഴമ്പനെ കാണിച്ചു കൊടുത്തിട്ട്, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, അധികം വൈകാതെ നിനക്ക് എനിമീസ് ആയിക്കോളൂ. ആരെയും ഉപദ്രവിക്കാനല്ലെങ്കിൽ പിന്നെ ടണൽ ഉണ്ടാക്കി എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും നിനക്ക് ഹാമർ എന്ന് പറയുമ്പോൾ ആന്റി പറയും, നീ ആ ഹാമർ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചെന്നുള്ളത്. അത് കഴിഞ്ഞ് ആന്റി നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ മോർഗൻ പറയും റെഡ് എന്ന്. സാധാരണ ആഫ്രിക്കൻ അമേരിക്കക്കാരെ റെഡ് എന്ന് വിളിക്കില്ല. നിങ്ങൾക്ക് എന്താ റെഡ് എന്ന് പേരെന്ന് ചോദിക്കുമ്പോൾ മേ ബി ഞാൻ ഐറിഷുകാരനായതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞവൻ ചിരിയും. ശരിക്കും സ്ക്രിപ്റ്റിൽ മോർഗന്റെ രൂപത്തിലുള്ള ആളല്ല റെഡ്. പക്ഷെ മോർഗൻ ചെയ്യുമ്പോഴാണ് ഈ ക്യാരക്ടറിന് കൂടുതൽ ഭംഗിയാവുക എന്ന് ഡയറക്ടർക്ക് അറിഞ്ഞിരുന്നു. മോർഗന് ഹീറോനെ കാണുമ്പോൾ തന്നെ ഒരു സ്ട്രേഞ്ച് ഫീൽ ആയിരുന്നു. സാധാരണ അവിടുത്തെ കുറ്റവാളികളെ പോലെ ആയിരുന്നില്ല നമ്മുടെ ആന്റി. അവന്റെ നോട്ടവും നടപ്പൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് കഴിഞ്ഞാണ് ജയിലിനകത്തേക്ക് എങ്ങനെയാണ് സാധനങ്ങൾ മറിഞ്ഞു വരുന്നതെന്ന് കാണിക്കുക. ലോണ്ടറിക്ക് പോകുന്ന തുണികളെ ഇവര് ചോദിക്കുന്ന സാധനങ്ങൾ അവർ ഒളിച്ചു വെച്ച് കൊടുക്കും. അത് സപ്ലൈ ചെയ്യുന്ന ഓരോരുത്തർക്കും ഇവർ അവരവരുടെ പങ്കും കൊടുക്കും. എന്നിട്ടാണ് ഈ സാധനം മോർഗന്റെ കയ്യിലേക്ക് എത്തുന്നത്. മോർഗൻ നോക്കുമ്പോൾ ആന്റി ചോദിച്ച ഹാമർ ഒരുപാട് ചെറിയൊരു സാധനം. സോ അതുകൊണ്ട് പാറയൊക്കെ തുറന്ന് കുത്തിപ്പൊളിച്ചൊരു ടണൽ ഉണ്ടാക്കണമെങ്കിൽ 600 വർഷമാവും. സോ ഹീറോ വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചോദിച്ചിട്ടുള്ളതെന്ന് റെഡിന് മനസ്സിലാവും. റെഡ് നമ്മുടെ ലൈബ്രറി പാപ്പന് കാശും കൊടുത്ത് ആ സാധനം ഡെലിവറി ചെയ്യാൻ പറയും. പാപ്പൻ ബൈബിളിന്റെ ഒപ്പം ആ ഹാമറും കൂടി നമ്മുടെ ചെക്കന് ഡെലിവറി ചെയ്യും. അത് കഴിഞ്ഞൊരു ദിവസം ഈ വില്ലന്മാര്, റെഡ് പറഞ്ഞ പോലെ സിസ്റ്റർമാര്, അവന്മാരെ ആന്റി വഴങ്ങാത്തോണ്ട് സ്റ്റോർ റൂമിൽ വെച്ച് അവനെ പിടിച്ച് പിടിപ്പിക്കും. ആന്റിക്ക് 3 പേരായതുകൊണ്ട് എതിർക്കാനും കഴിയില്ല. അവൻ ആ കാര്യം പുറത്തും പറയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു പോകും. തടവ്, ജോലി, ഇതിന്റെ ഇടയ്ക്ക് അവന്മാരുടെ പീഡനവും അതെല്ലാം താണ്ടി പോകുമ്പോഴാണ് ഒരു ദിവസം നമ്മുടെ വാർഡൻ ജയിലിനകത്തെ മതിൽ പണിയാൻ വേണ്ടി തടവ് പുള്ളികളിൽ തന്നെ കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ പറയും. നമ്മുടെ മോർഗൻ പോലീസുകാരെ പിടിച്ച് അവന്റെ ടീമിനെയും ഈ ജോലിക്കാരുടെ ലിസ്റ്റ് ചേർക്കും. അങ്ങനെ മോർഗനും അവന്റെ കൂടെയുള്ള പിള്ളേരും കൂടി മതിലിന്റെ മണ്ടേ പണിയിലായിരിക്കും. ആ സമയത്താണ് ക്യാപ്റ്റൻ പോലീസുകാരനില്ലേ, അയാൾ അനിയൻ മരിച്ചു എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് വരിക. അനിയനോട് ഇയാൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അവൻ ചെറുപ്പത്തിൽ തന്നെ ഓടിപ്പോയതാണ് വീട്ടിൽ നിന്ന്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആരോരും ഇല്ലാതെ അനിയൻ മരിച്ചുപോയി. അവന്റെ $6 മില്യൺ ഇവനാണ് സ്വന്തം. പക്ഷെ ഒരു പോലീസുകാരനായതുകൊണ്ട് ഇവന്റെ സ്വത്തിനും കിട്ടുന്ന പണത്തിനൊക്കെ മുഴുവൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ആ പണത്തിന്റെ കുറച്ച് ഭാഗം പോലും ഇവന് കിട്ടില്ല. സോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത് കേട്ടോണ്ടിരുന്ന നമ്മുടെ ആന്റി നേരെ ക്യാപ്റ്റന്റെ അടുത്ത് വന്ന്, നിങ്ങളുടെ ഭാര്യ ചതിക്കില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ക്യാപ്റ്റന് ദേഷ്യം വന്ന്, ഇവ മതിലിൽ നിന്ന് താഴെ വീണ് ചത്തോന്ന് എഴുതിക്കോ എന്ന് പറഞ്ഞ് ആന്റീനെ പിടിച്ച് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി വരും. അപ്പൊ ആന്റി പറയും, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് അത്ര വിശ്വാസമാണെങ്കിൽ ഈ പണമെല്ലാം ഭാര്യയ്ക്ക് 1 ടൈം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ആ ഗിഫ്റ്റിന് നമ്മുടെ നാട്ടിൽ ഒരു ചാർജും ഇല്ല, ടാക്സ് ഫ്രീ ആണ്. ₹1 പോലും നഷ്ടപ്പെടാതെ മുഴുവൻ പണവും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഈ പേപ്പർ എല്ലാം റെഡിയാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്കറിനെ വേണം. നിങ്ങൾ ആ പേപ്പേഴ്സ് മാത്രം കൊണ്ടുവന്ന് തന്നാൽ മതി, ഞാൻ എല്ലാം റെഡിയാക്കി തരാം. എനിക്ക് ഒരു പണവും വേണ്ട, പകരം എന്റെ കൂട്ടുകാർക്ക് കുടിക്കാൻ ബീർ മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. ഇത് കേട്ട് വായി സിഗരറ്റും വെച്ച് ഞെട്ടി നിപ്പുണ്ട് നമ്മുടെ കൂട്ടുകാരൻ ടീം. വാർഡൻ അവനെ വെറുതെ വിട്ടു പോകും. എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഒരു ടിന്ന് നിറയെ ബീർ കൊടുക്കും. പക്ഷെ നമ്മുടെ ചെക്കൻ മാത്രം കുടിക്കില്ല. അവൻ ചിരിച്ച് ഇവര് കുടിക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ എപ്പോഴേ കുടി നിർത്തിയെന്ന് പറയും. അന്നാണ് നമ്മുടെ മോർഗനും പിള്ളേരും ആദ്യമായിട്ട് ഫ്രീഡം എന്താന്ന് അനുഭവിച്ചു. അതിന് കാരണം നമ്മുടെ ചെക്കനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോ റെഡിനോട് അവന് കുറച്ച് ചെറിയ കല്ലുകൾ വേണമെന്ന് പറയും, ചെത്തി മിനുക്കി ടോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് അവൻ ആ റോക്ക് ഹാമർ ചോദിച്ചത്. നേരമ്പോക്കിന് വേണ്ടി അവൻ ആ കല്ലുകൾ കൊണ്ട് ടോയ്സ് ഉണ്ടാക്കാൻ. റെഡും സെറ്റാക്കി തരാന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കും. ഇവരെ ഗ്രൗണ്ടിലുള്ളത് മണല് ചരിക്കുമ്പോൾ കിട്ടുന്ന ആ ചെറിയ ചെറിയ ഉരുളക്കല്ലുകളാണ്, ലേശം കൂടി വലുത് വേണം. ആ സമയത്താണ് റെഡ് ചോദിക്കുക, നിന്നെ കണ്ടാ തോന്നില്ലല്ലോ നീ ശരിക്കും ഭാര്യനെയും കാമുകനെയും കൊന്നോന്ന്. അതിന് ആന്റി പറയും, ഞാൻ ഇന്നസെന്റ് ആണ്, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. നിങ്ങൾ ഇന്നസെന്റ് ആണോ ചോദിക്കുമ്പോൾ റെഡ് പറയും, ഇല്ല, ഈ ജയിലിൽ കുറ്റബോധമുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഞാനാണ്, ഐ എം ഗിൽറ്റി. അത് കഴിഞ്ഞ് ഹീറോ സെല്ലി വന്നിട്ട് ആ സെല്ലി ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരുപാട് പേര് അവരെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചെക്കനും അവന്റെ പേര് ആ ഹാമർ കൊണ്ട് എഴുതി വെക്കാൻ നോക്കും. ഈ സമയത്ത് ബാക്കിയുള്ള എല്ലാവരും സിനിമ കണ്ടോണ്ടിരിക്കാവും. ഹീറോ റെഡിനെ കാണാൻ വേണ്ടി ആ സിനിമ ഓടുന്ന സ്ഥലത്തേക്ക് പോകും. ഈ സീനാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്ന പല ഭാഗങ്ങളിലും കാണിക്കുക. ഇതാണ് ഈ സിനിമയിലെ പ്രധാന തന്തുവായിട്ടുള്ള സീൻ. 2 പ്രധാന ക്യാരക്ടേഴ്സും ഇരുന്ന് ചിരിക്കുന്ന സീൻ. സോ ആന്റി വന്ന് റെഡിനോട് അന്ന് ഓടുന്ന സിനിമയിലെ നായിക, അവരുടെ പേര് റീറ്റ ഹേവർത്ത് അങ്ങനെ എങ്ങാണ്ടാണ്, ആ പെണ്ണിന്റെ ഒരു പടം റെഡിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കും. 1-2 ആഴ്ചക്കുള്ളിൽ സെറ്റാക്കി കൊടുക്കാന്ന് റെഡും വാക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു പോണ വഴിക്ക് നമ്മുടെ സിസ്റ്റേഴ്സ് ഹീറോനെ പൊക്കിയെടുത്ത് അവന്റെ ചെവിക്കാത്ത ഉളി കയറ്റു എന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് വാ തുറക്കാൻ പറയും. അതിന് ഹീറോ പറയും, അങ്ങനെ നീ ചെവിക്കാത്തോടെ ഉളി കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഞാൻ നീ എന്ത് വാക്യാത്ത് വെച്ചാലും അത് കടിച്ചു പറിക്കും എന്ന് പറയും. സോ ഉമാരൊക്കെ പേടിച്ചിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ദേഷ്യം അവനെ പിടിച്ച് ഇടിച്ചു തീർക്കും. ഇടികൊണ്ട ഹീറോ 2 ആഴ്ച ആശുപത്രിയിലായിരിക്കും. ആ 2 ആഴ്ച നമ്മുടെ സിസ്റ്റർ ചെക്കൻ ജയിലിൽ തന്നെ ചെറിയൊരു ഇരുട്ട്
മുറി ഉണ്ടാവും. അത് കൂടുതൽ വെളച്ചിൽ കാണിച്ച ആ കുറ്റവാളിനെ അവർ അതിനകത്തിട്ട് പൂട്ടും. വെളിച്ചം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. അതിനകത്ത് ഈ വില്ലനെ ശിക്ഷയായിട്ട് 2 ആഴ്ച കടത്തും. അതുകൊണ്ടും തീർന്നില്ല. അവൻ ജോളിയായി തിരിച്ച് അവന്റെ സെല്ലിലേക്ക് വരുമ്പോ ക്യാപ്റ്റൻ പോലീസുകാരനും വേറൊരു പോലീസുകാരനും കൂടി അവനെ തല്ലിച്ചതച്ച് അവനെ കൊണ്ട് വാ പോലും തുറക്കാൻ പറ്റാതെ കയ്യും കാലൊക്കെ ഒടിഞ്ഞ് ഒരു മരിച്ച അവസ്ഥയെ അവൻ വേറൊരു ജയിലിലേക്ക് പോകും. മേ ബി ക്യാപ്റ്റന് ഹീറോ ഫേവർ ചെയ്ത് കൊടുത്തുകൊണ്ടാവാം ക്യാപ്റ്റൻ പ്രത്യുപകാരമായിട്ട് ഈ സിസ്റ്റർക്കിട്ട് പണി കൊടുത്തു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു എനിമി നാട് വിട്ടുപോയി. ഇനി ഹീറോ തിരിച്ചു വരും. അവൻ വരുന്നതിന് മുന്നേ തന്നെ അവൻ ചോദിച്ച കുറച്ച് കല്ലുകൾ അവൻ എടുത്തു കൊടുക്കണമെന്ന് റെഡ് കൂട്ടുകാരോട് പറയും. അങ്ങനെ ഇവര് പുറത്ത് പണിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ കല്ലായിട്ട് ഇവർ പെറുക്കും. അതിനകത്ത് ലേശം വെടക്കുള്ളവനല്ലേ, അവ കാര്യമായിട്ടൊരു കല്ല് കിട്ടിയെന്ന് പറഞ്ഞ് ഇവർക്ക് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവര് പറയും അത് കുതിരച്ചാണകാന്ന്. ഇവൻ പൊട്ടിച്ചു നോക്കുമ്പോൾ അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. എന്നാലും നമ്മുടെ ചെക്കന് വേണ്ടി അവർ ഒരുപാട് കല്ല് കളക്ട് ചെയ്യും. അതിനൊപ്പം തന്നെ ആ സിനിമ ആക്ട്രസ് റീറ്റയുടെ പോസ്റ്ററും കൊടുക്കും. പിറ്റേന്ന് പെട്ടെന്നാണ് പോലീസുകാർ ഇവരെല്ലാ റൂമിലേക്കും ചെക്കിങ്ങിന് വരിക. പ്രതീക്ഷിക്കാത്ത ടൈമിലായിരിക്കും ഇവർ ചെക്ക് ചെയ്യുക. ഹീറോയുടെ റൂം ചെക്ക് ചെയ്യുമ്പോൾ ചുറ്റും ഒരുപാട് പോസ്റ്റർ, ഇവൻ കൊത്തുപണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾ. അവന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. ബൈബിൾ വായിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞ് വാടൻ നിനക്ക് ഇഷ്ടമുള്ള ഭാഗം ഏതാന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആ ബൈബിളിൽ ഒരു ഭാഗം പറയും. വാടൻ ആ ഭാഗം മനപ്പാടാണ്. അത് ഏതാ അധ്യായം എത്രാമത്തെ നമ്പറാന്നുള്ളത് വാടൻ കറക്റ്റ് ആയിട്ട് പറയും. തിരിച്ച് അവനോടൊരു വാക്യം പറയുമ്പോൾ ആന്റിയും കറക്റ്റ് ആയിട്ട് അത് ഏതാണ് അധ്യായം എത്രാമത്തെ വാക്യം എന്ന് പറയും. സോ വാടൻ അവൻ ഇഷ്ടാവും. അവിടുത്തെ കൊത്തുപണി കല്ലൊക്കെ കാണുമ്പോൾ ക്യാപ്റ്റൻ കുഴപ്പമൊന്നുമില്ല, ഇവൻ അങ്ങനെ ഡേഞ്ചർ ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. ഭിത്തിയിലെ റീറ്റയുടെ ഫോട്ടോ കാണുമ്പോൾ വാടൻ ഇത് അനുവദിക്കാൻ പറ്റില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവും. സംഭവം വാടന് നമ്മുടെ ചെക്കൻ ഒരുപാട് ഇഷ്ടമായി. അവനെ വിളിച്ചു വരുത്തി, നീ ഇനി ലോണ്ടറിയിലും കിച്ചണിലും പണിയെടുക്കണ്ട, നീ പഠിച്ചവനല്ലേ, അതുകൊണ്ട് ലൈബ്രറി പാപ്പന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറഞ്ഞ് അവനെ വിടും. അവൻ ലൈബ്രറി വരുമ്പോൾ അവിടെ പാപ്പൻ വളർത്തിക്കൊണ്ടിരുന്ന ആ കൊച്ചു കാക്ക ഇപ്പൊ വലുതായി. അങ്ങേരെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഇനി അവൻ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് ക്യാപ്റ്റൻ പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ വിളിച്ചോണ്ട് വന്ന് ഇവനാണ് ആളെന്നും പറഞ്ഞ് നമ്മുടെ ആന്റീനെ കാണിച്ചു കൊടുക്കുക. ആന്റി പേടിച്ച് എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, എന്റെ മോനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം, ഏത് സ്കൂളിലാണ് ചേർക്കുകയെന്ന്. ഉടനെ ആന്റി അങ്ങേരെ ഇരിക്കാൻ പറഞ്ഞ്, മിസ്റ്റർ ഡെക്കിൻസ്, നിങ്ങളുടെ മോൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിക്കണോ അതോ എക്കിൻസിൽ പഠിക്കണോ? ഇവൻ ഈ ചോദിച്ചതും പോലീസുകാരെ മിഴിച്ചിരുന്നൊക്കെ നമ്മുടെ പാപ്പൻ ബാക്കി എല്ലാ തടവ് പുള്ളികളോടും പറയും, എല്ലാവർക്കും നമ്മുടെ ചെക്കൻ ഇപ്പൊ ഒരു ഹീറോ ആണ്. റെഡ് ചോദിക്കും, നിനക്കിപ്പോ ഒരുപാട് പോലീസ് കൂട്ടുകാരന്മാരായില്ലേ? അതിന് ആന്റി പറയും, എനിക്ക് അക്കൗണ്ട്സ് അറിയാം, അതുകൊണ്ട് മാത്രമാണ് ഇവന്മാരെന്നെ പെറ്റായിട്ട് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഒരിക്കലും പോലീസുകാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആന്റി വാർഡനോട് ഇവരെ ജയിലിൽ പുസ്തകങ്ങൾ കുറവാണ്, അതുകൊണ്ട് കൂടുതൽ പുസ്തകങ്ങൾക്ക് വേണ്ടി ഫണ്ട് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ വാർഡൻ പറയും, അങ്ങനെ ഫണ്ട് കിട്ടുമൊന്നുമില്ല, ഡിപ്പാർട്ട്മെന്റ് തിന്നാൻ തരുന്നതന്നെ വലിയ ഭാഗ്യമാണ്, അതിന്റെ ഇടയ്ക്ക് ജയിലിൽ ലൈബ്രറി കൊണ്ടുവരണമെന്നൊന്നും അവന്മാർക്കൊരു ആഗ്രഹവുമില്ല. അപ്പൊ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിന് പോസ്റ്റിൽ അയച്ചോട്ടെ, ഒരുപക്ഷെ അവർ സഹായിച്ചാലോ? അതിന് വാർഡൻ പറയും, നീ അയച്ചോ, എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ എത്ര അയച്ചിട്ടും കാര്യമില്ല എന്ന് പറയും. എന്നാലും ആന്റി വിടില്ല. ആഴ്ചയിൽ ഒരു ലെറ്റർ അവൻ സ്റ്റേറ്റിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ ഒരിക്കൽ പോലും റിപ്ലൈ വരില്ല. കാലങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പൊ ആ ജയിലിലെ പാതി പേരെ അക്കൗണ്ട്സ് നോക്കുന്നത് നമ്മുടെ ചെക്കനാണ്. വീണ്ടും വീണ്ടും ആൾക്കാർ കൂടും. അടുത്ത തവണ ആ ജയിലിലെ മുഴുവൻ ആൾക്കാരെയും അക്കൗണ്ട്സ് നോക്കുന്നത് നമ്മുടെ ചെക്കനാണ്. കൂടെ ഒരു ഹെൽപ്പറായിട്ട് റെഡിനെ അവൻ ചേർത്തിട്ടുണ്ട്. ഈ സമയത്താണ് ലൈബ്രറിയിൽ നിന്ന് ആൾക്കാർ വന്ന് വിളിക്കുക, നമ്മുടെ ലൈബ്രറി പാപ്പൻ വയലന്റ് ആയിട്ട് വെടക്കന്റെ കഴുത്തി കത്തി വെച്ചിരിപ്പുണ്ടാവും. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാപ്പന് പരോള് കിട്ടി. ആ പരോളി അങ്ങേർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല, ഇവനെ കൊന്നു കഴിഞ്ഞാൽ എന്നെ അവരകത്ത് പിടിച്ചിടും, അതുകൊണ്ട് വേണ്ടിയിട്ടാണെന്ന് അയാൾ പറയും. ഹീറോയും റെഡും കൂടി അങ്ങേരെ സമാധാനിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് ആരെ ഉപദ്രവിക്കാൻ കഴിയില്ല, നിങ്ങൾ പാവാന്ന് എനിക്കറിയാം, ഈ പരോള് സന്തോഷമായിട്ട് സ്വീകരിച്ച് പുറം ലോകം കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞ് ഇവരങ്ങേരെ പരോളിന് പോകാൻ പറയും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് റെഡ് പറയാ, നമ്മുടെ പാപ്പൻ 50 വർഷമായി ഈ ജയിലിൽ തന്നെയാണ്, പുറം ലോകം എന്താണെന്ന് അങ്ങേർക്ക് അറിയില്ല, ഈ ജയില് മാത്രമാണ് അങ്ങേരെ ലോകം, പുറത്തു പോയാൽ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് പോലും അങ്ങേർക്ക് അറിയില്ല. പക്ഷെ ഈ ജയിലിനകത്താണെങ്കിൽ അങ്ങേരെ ഒരു ഇമ്പോർട്ടന്റ് മാൻ ആണ്, പുറത്തൊരു ലൈബ്രറി പോലും അങ്ങേരെ കേറ്റില്ല, തടവ് പുള്ളി ആയതുകൊണ്ട്. ബാക്കിയുള്ളവര് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ റെഡ് പറയും, ഈ ചുറ്റുള്ള മതിലൊന്നും സാധാരണമായിട്ട് നിങ്ങൾ കരുതണ്ട, നിങ്ങൾ ഇതിനകത്ത് വന്നു, നിങ്ങളുടെ ജീവിതം എടുക്കാതെ ഇവന്മാര് നിങ്ങളെ പുറത്തേക്ക് വിടില്ല. ഈ സമയത്ത് നമ്മുടെ അപ്പൂപ്പൻ അങ്ങേര് വളർത്തിയ കാക്കേനെ നിനക്കിപ്പോ ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞ് പറത്തിവിടും. എന്നിട്ട് പരോളിന് പുറത്തേക്ക് വന്നു. നഗരവും ആൾക്കാരും കാറുകളും ബസ്സുകളും. 50 കൊല്ലം മുന്നേ ഈ നഗരം ഇത്ര തിരക്കായിരുന്നില്ല. ജയിലിൽ നിന്ന് തന്നെ പുള്ളിക്കൊരു റൂം കൊടുത്തിട്ടുണ്ട്. ആ റൂമിൽ തന്നെ താമസിക്കണം, അവര് കൊടുക്കുന്ന ജോലി തന്നെ ചെയ്യണം. ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ പാക്കിംഗ് ആളായിരിക്കും നമ്മുടെ പാപ്പൻ. വയസ്സായതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ പണിയാൻ പറ്റില്ല. പാർക്കിൽ പോയി കുറെ നേരം ഇരിക്കും, രാത്രിയൊക്കെ പേടിച്ചെഴുന്നേക്കും. അങ്ങേർക്ക് ഈ ജീവിതം സ്വീകരിക്കാൻ പറ്റുന്നില്ല. പ്രായം ഒരുപാടായി. ഒരേ പാറ്റേണിലാണ് പുള്ളി ജീവിച്ചത്. ഇപ്പൊ പുതിയ രീതിയിലുള്ള ഈ ജീവിതം അങ്ങേരെ കൊണ്ട് കഴിയുന്നില്ല. നല്ല വൃത്തിയായി അണിഞ്ഞൊരുങ്ങി കയ്യിലൊരു കത്തിയെടുത്ത് സീലിംഗില് ബ്രൂക്സ് വാസ് ഹിയർ, ബ്രൂക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ട് സീലിംഗിൽ തൂക്കിട്ട് അങ്ങേര് മരിക്കും. ഈ മരിക്കുന്നതിന് തൊട്ടു മുന്നേ അങ്ങേരെ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ റെഡിനും ആന്റിക്കും വേണ്ടി അങ്ങേര് കത്തെഴുതിയിരുന്നു. മരിച്ചു കഴിഞ്ഞാണ് ഇവർക്ക് ആ കത്ത് കിട്ടുക. റെഡ് പറയും, അങ്ങേര് ഇവിടെ നിന്ന് മരിക്കേണ്ട ആളായിരുന്നു, ഒരുപക്ഷെ നമ്മുടെ അവസ്ഥയും അങ്ങനെ ആയിരിക്കും. ഈ സമയത്താണ് 6 വർഷമായി നമ്മുടെ ആന്റി തുടർച്ചയായിട്ട് കത്തെഴുതുന്നോണ്ട് അവസാനം സ്റ്റേറ്റിലെ ആൾക്കാർ സഹിയിട്ട് ഇവൻ ഒരുപാട് പുസ്തകങ്ങളും ഒപ്പം $500 പണവും ജയിലിൽ ലൈബ്രറി തുടങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കും. അങ്ങനെ അത് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകങ്ങളുടെ കൂടെ ഒരു പാട്ട് കാസ്റ്റും വന്നിരിക്കുക. പോലീസുകാരൻ ബാത്റൂമിൽ പോയ സമയം നോക്കി ആന്റി ആ കാസ്റ്റ് പ്ലേ ചെയ്യും. എന്നിട്ട് ഈ പോലീസുകാരനെയും ആ ഓഫീസ് റൂമും പൂട്ടിവെക്കും. പാട്ട് പ്ലേ ചെയ്ത് അത് മൈക്കിൽ
കൂടെ ആ ജയില് മുഴുവൻ കേൾപ്പിക്കും. ജയിലിലെ കുറ്റവാളികളൊക്കെ പാട്ട് കേട്ട് ഒരുപാട് കാലായി. എല്ലാരും ഞെട്ടിത്തരിച്ച് നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും ഒരു പുതുമ ഫീൽ ചെയ്യും. തടവ് പുള്ളികളുടെ ദേഹത്തൊക്കെ മഴ പെയ്ത പോലെ. അധികം വൈകാതെ വാർഡനും പോലീസുകാരും കൂടി ഓഫീസിൽ വന്ന് ആന്റിയോട് ഡോർ തുറക്കാൻ പറയും. ആന്റി ശ്രദ്ധിക്കാതിരിക്കും. അയാൾ ഒച്ചയും ബഹളവും കൂട്ടുമ്പോൾ ആന്റി ഒന്നുകൂടി സൗണ്ട് കൂട്ടി വെക്കും. അവസാനം നമ്മുടെ ക്യാപ്റ്റൻ അങ്ങേര് ചില്ലും പൊട്ടിച്ച് ആന്റിയെ പൊക്കും. 2 ആഴ്ച ആന്റിക്ക് ഇരുട്ട് മുറിയിൽ പൂട്ടിയിടുന്ന തടവ്. അതും കഴിഞ്ഞവൻ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് പറ്റി, 2 ആഴ്ച നീ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് ചോദിക്കും. അതിന് ആന്റി പറയും, ആ 2 ആഴ്ചയും എന്റെ മനസ്സിൽ ഞാൻ പ്ലേ ചെയ്ത ആ പാട്ടുണ്ടായിരുന്നു. മനസ്സിൽ നിന്ന് ആർക്കും ആ പാട്ടിനെ എടുത്തു മാറ്റാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് മ്യൂസിക്കിനോട് താല്പര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ റെഡ് പറയും, അവന്റെ ചെറുപ്പത്തിൽ അവൻ ഹാർമോണിയം വായിച്ചിട്ടുണ്ട്, ഇപ്പൊ എല്ലാം മറന്നുപോയി. ആന്റി പറയും, മ്യൂസിക് ആരെ കൊണ്ട് എടുക്കാൻ കഴിയില്ല, അത് നമ്മുടെ അകത്താണുള്ളത്. അതുപോലെ തന്നെയാണ് ഹോപ്പും പ്രതീക്ഷയും. ഹോപ്പും നമ്മുടെ കയ്യിൽ നിന്ന് ആരെ കൊണ്ട് എടുക്കാൻ കഴിയില്ല. അത് കേട്ട് റെഡ് പറയും, ഹോപ്പ് പ്രതീക്ഷ, നിന്നോട് ഞാനൊരു കാര്യം പറയാം പൊന്നുമോനെ, ഹോപ്പ് ഒരു ഡേഞ്ചർ തിങ് ആണ്. ഹോപ്പ് ഒരു മനുഷ്യനെ പ്രാന്തനാക്കും. ഇവിടെ അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. മനസ്സിലാക്കിയ നിനക്ക് നല്ലത്. അതല്ലെങ്കിൽ ബ്രൂക്കിന്റെ അവസ്ഥയായിരിക്കും നമുക്ക് എല്ലാവർക്കും. അത് കഴിഞ്ഞ് റെഡിന്റെ വീണ്ടും പരോൾ ഇന്റർവ്യൂ. ഇപ്പൊ 30 വർഷമായി റെഡ് ജയിലിനകത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവോ? ആ ചോദ്യത്തിന് റെഡ് പറയും, എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്നെ ഈ ശിക്ഷ മാറ്റിയെടുത്തു. എന്നെ കൊണ്ട് ഇനി സൊസൈറ്റിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. ഐ ആം ആബ്സല്യൂട്ട്ലി റിഹാബിലേറ്റഡ്. പക്ഷെ ആ തവണയും റെഡിന്റെ പരോള് റിജക്റ്റ് ആയി പോകും. പിന്നെ എന്തിനാണോ അവന്മാര് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് മനസ്സിലാവാത്തത്. 30 വർഷം ഞാൻ ഈ ജയിലിൽ തന്നെ പൂട്ടിക്കിടക്കാണ്. എന്താ സംഭവിച്ചേ, എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് ആന്റി പറയും, 10 വർഷമായി. എന്റെ 10 വർഷം എങ്ങോട്ട് പോയെന്ന് തന്നെ അറിയില്ല. സോ അവനകത്ത് വന്ന് 10 വർഷമായി. 30 വർഷത്തെ ആനിവേഴ്സറിക്ക് എന്റെ കയ്യിലൊരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ആന്റി റെഡിന് ഒരു മൗത്ത് ഓർഗൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് വായിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴല്ല, ഞാൻ പിന്നീട് വായിക്കാന്ന് റെഡ് പറയും. അത് കഴിഞ്ഞ് ആന്റി തിരിച്ച് സെല്ലി വരുമ്പോൾ അവന് 10 വർഷം ആയതുകൊണ്ട് റെഡ് അവനൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കും. പുതിയൊരു ആക്ട്രസ്, 10 ഇയർ ആനിവേഴ്സറി. ജയിലിനകത്ത് പുതിയ പെൺകുട്ടി ആരാന്ന് വെച്ചാൽ മെർലിൻ മെൻട്രോ. അങ്ങനെ ആ പുതിയ പെണ്ണിന്റെ പോസ്റ്ററും വാളിലൊട്ടിച്ച് ആന്റി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മുടെ റെഡ് അവന് കിട്ടിയ മൗത്ത് ഓർഗൻ ചെറുതായിട്ടൊന്ന് ഊതി നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആന്റിക്ക് ലൈബ്രറി ഉണ്ടാക്കാൻ ബുക്കും പണവും കിട്ടി. എന്നാലും ആന്റി വെറുതെ ഇരുന്നില്ല. വീണ്ടും സ്റ്റേറ്റിന് എഴുതാൻ തുടങ്ങി. അങ്ങനെ അവസാനം സ്റ്റേറ്റ് ഒരുപാട് പുസ്തകങ്ങളും അതിനൊപ്പം $2000 പണവും ആന്റിക്ക് കൊടുത്തു. അങ്ങനെ ആന്റി ജയിലിൽ തന്നെ പുതിയൊരു ലൈബ്രറി അടിപൊളിയായിട്ട് പണിതു. സോ ജയിലിൽ ഒരുപാട് പേർക്ക് എഴുതാനും വായിക്കാനും അവിടെ അവസരം ഉണ്ടായി. എഴുതാൻ അറിയാത്ത വെടക്കനാണെങ്കിൽ എപ്പോഴിരുന്ന് പാട്ട് കേട്ടോണ്ടിരിക്കും. ഇതിനിടയ്ക്കാണ് വാർഡൻ പത്രക്കാരെ വിളിച്ച് പുതിയൊരു ന്യൂസ് കൊടുക്കുക. ജയിൽ പുള്ളികളെ വെറുതെ ഇരുത്തി തീറ്റ കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാടിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവരെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നാട്ടിലെ പബ്ലിക് വർക്കുകൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. സോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും, നാട്ടുകാരെല്ലാവർക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ മറവിൽ നടക്കുന്ന എന്താന്ന് വെച്ചാൽ ഓരോ പബ്ലിക് വർക്കിനും വാർഡൻ നല്ലൊരു എമൗണ്ട് കമ്മീഷനായിട്ട് വാങ്ങിക്കും. അത് ഇല്ലീഗലാണ്. എന്നിട്ട് ആ എമൗണ്ട് വെളുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആന്റീനെ ഉപയോഗിച്ച് പുതിയ തരം കണക്കൊക്കെ ഉണ്ടാക്കി അത് വേറൊരാളുടെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ കണക്ക് പുസ്തകം എല്ലാം തന്നെ ഒരു റെക്കോർഡാക്കി പണി കഴിയുമ്പോൾ വാർഡന്റെ ആ രഹസ്യ സേഫിലാണ് സൂക്ഷിച്ചു വെക്കുക. കൂലിയായിട്ട് എന്തെങ്കിലും നക്കാപ്പിച്ച ആന്റിക്ക് അയാൾ കൊടുക്കുകയും ചെയ്യും. ഇപ്രാവശ്യം ആ കോൺട്രാക്ട് കൊടുത്ത പൈ ഇവര് തിന്നതിന്റെ ബാക്കിയാണ് നമ്മുടെ ആന്റിക്ക് കൊടുക്കുക. ഈ സംഭവം അറിഞ്ഞ് റെഡ് പറയും, നീ ഇത്രയും പണം മറച്ചു വെക്കുന്നുണ്ട് ഒരുപക്ഷെ നാളെ വാർഡൻ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ആ കേസ് നിന്റെ നേർക്ക് വരാനും ചാൻസ് ഉണ്ട്. അതിന് ഹീറോ പറയും, ഒരിക്കലും ആ കേസ് എന്റെ നേർക്കോ വാർഡന് നേർക്കോ പോവില്ല. കാരണം റാൻഡൽ സ്റ്റീവൻസ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഞാൻ ഈ പണം എല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതാരാൻ ചോദിക്കുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരാളില്ല. പക്ഷെ അയാളുടെ പേരിൽ അവരെ നാട്ടിലെ ആധാർ കാർഡും ലൈസൻസും റേഷൻ കാർഡും എല്ലാ പ്രൂഫും ഉണ്ട്. നമ്മുടെ ചെക്കനാണ് അങ്ങനെ ഒരാൾ ഉണ്ടാക്കിയത്. അയാളുടെ പേരിലാണ് എല്ലാ ക്യാഷും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പോലീസുകാർക്ക് സംശയം തോന്നി അയാളെ പിടിക്കാൻ പോയാൽ ഒരു ഇമാജിനേഷൻ ക്യാരക്ടറാണ് അവർ പിടിക്കാൻ പോകുന്നത്. ഒരിക്കലും ആരും കുടുങ്ങില്ല. റെഡ് ചിരിക്കും, എനിക്കറിയാം നീ അതിവിരുദ്ധനാണെന്ന്. അതിന് ആന്റി പറയും, ഇത്രയും കാലം ആയിരുന്നില്ല, പക്ഷെ ഇതിനകത്ത് വന്നപ്പോ എനിക്ക് ആവണ്ടി വന്നു. അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ജയിലിലേക്ക് പുതിയൊരു റെമോ വരിക. റെമോ ചെക്കൻ ഭയങ്കര ജോളി ക്യാരക്ടറാണ്. എന്തോ അടിച്ചു മാറ്റിയ കേസിനാണ് അവൻ ജയിലിലേക്ക് വരുന്നത്. അവന്റെ തോന്നിയാസങ്ങളും കളിയും ചിരിയും തമാശയും റൊമാൻറ്റിക് കഥകളും ഒക്കെ നമ്മുടെ തടവുകാർക്ക് ഒരുപാട് ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ സെറ്റിന്റെ കൂടെ ആയിരിക്കും അവന്റെ നടപ്പും. ആ സമയത്താണ് ഈ ചെറുക്കന് പഠിക്കാൻ താല്പര്യം തോന്നുന്നു. അവൻ ലൈബ്രറി കണ്ടിട്ട് അവിടുന്ന് വായിക്കണം എന്നുണ്ട്. പക്ഷെ അവന് വായിക്കാൻ അറിയില്ല. ഈ കാര്യം അവൻ ആന്റിയോട് പറയുമ്പോൾ ആന്റി പഠിപ്പിക്കാന്ന് പറഞ്ഞ് അന്ന് മുതൽ അവനെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കും. വീണ്ടും നാളുകൾ പോയി. ഇപ്പൊ ചുമരി മറ്റൊരു പെണ്ണാണ്, റാക്വൽ എന്ന് പറയുന്ന മറ്റൊരു നായിക. നമ്മുടെ റോമിയോ ചെക്കനാണെങ്കിൽ പഠിച്ച് അവസാനം ആന്റി അവനൊരു ടെസ്റ്റ് വയ്ക്കും. അതൊരു ബോർഡ് ടെസ്റ്റ് ആണ്. അവനാണെങ്കിൽ എത്ര നോക്കിയിട്ടും ഉത്തരം കിട്ടുന്നില്ല. എനിക്ക് 2 മാർക്കിൽ കൂടുതൽ കിട്ടില്ല, ഇതൊരു വൃത്തികെട്ട ലൈബ്രറി, വൃത്തികെട്ട പഠിത്തം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവൻ എഴുതിയ കടലാസ് ചുരുട്ടി വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. പക്ഷെ ആന്റി വിട്ടുകൊടുക്കില്ല. അവൻ ആ വലിച്ചെറിഞ്ഞ കടലാസ് എടുത്ത് ഇയാൾ ബോർഡിനയക്കും. അത് കഴിയുമ്പോൾ റോമിയോയ്ക്ക് വിഷമായിട്ട് അവൻ റെഡിനോട് ചോദിക്കും, ഞാൻ അങ്ങേരെ വിഷമിപ്പിച്ചു, എനിക്ക് അയാൾ ക്ലാസ് ഒക്കെ എടുത്തു തന്നാണ്, ഇപ്പൊ എന്താ ചെയ്യാ, പാവാണ് മനുഷ്യൻ, അയാൾ എന്ത് കേസിനാണ് ഇവിടെ പിടിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ റെഡ് പറയും, അവന്റെ ഭാര്യയും ഒരു ഗോൾഫ് കളിക്കാരനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, ഇതറിഞ്ഞ് അവൻ ആ 2 പേരെയും കൊന്നു. ഇത് കേട്ട് റോമിയോ ആന്റീനെയും നമ്മുടെ റെഡിനെയും വിളിച്ചു വരുത്തി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് 5 വർഷങ്ങൾക്ക് മുന്നേ ഒരു കാറ് കട്ട കേസിൽ ഞാൻ ജയിലിൽ പോയിരുന്നു. അപ്പൊ എന്റെ സെല്ലി എന്റെ കൂടെ തന്നെ ഒരു നാറിയും ഉണ്ടായിരുന്നു. അയാൾ ഓരോ മൂഡിനും പഴയ കഥകൾ പറയും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ കഥയിൽ ഫ്ലാഷ് ബാക്കിൽ ശരിക്കും ഒരു ക്രിമിനൽ, അവനെ കണ്ടാലും തോന്നും ക്രിമിനലാന്ന്. അയാളാണ് റോമിയോ
റോമിയോനോട് ഈ കാര്യം പറഞ്ഞിരിക്കുക. അയാൾ ഒരു കൺട്രി ക്ലബ്ബിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ വരുന്നത് മൊത്തം റിച്ച് ടീംസ് ആണ്. ഇയാൾ അതിൽ ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവരെ വീട്ടിൽ കയറി മോഷ്ടിക്കും. അങ്ങനെ ഒരു ദിവസം ഈ ഗോൾഫ് പ്രോ അയാളെ വീട്ടിൽ കയറിയപ്പോ അയാൾ വേറെ ഏതോ ഒരുത്തന്റെ ഭാര്യയായിട്ട് ഗോൾഫ് കളിക്കുകയായിരുന്നു. ഈ കള്ളനെ കണ്ടാവൻ ബഹളം വെക്കുമ്പോഴേക്കും ഇവൻ അറ്റാക്ക് ചെയ്ത് അയാളെയും കൊന്നു, കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെയും കൊന്നു. പക്ഷെ എന്റെ നേർക്ക് ആ കേസ് വന്നില്ല. അത് ഏതോ ഒരു ബാങ്കറാണ് ആ പെണ്ണിന്റെ കെട്ടിയോൻ. പോലീസുകാർ അവനെ പിടിച്ചോണ്ട് പോയി. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവൻ ചിരിക്കും. സോ നമ്മുടെ ആള് ശരിക്കും അവന്റെ ഭാര്യനെ കൊന്നിട്ടില്ല. ഈ കാര്യം അവൻ വാർഡനോട് പറയുമ്പോൾ വാർഡൻ പറയും, ആ ചെറുക്കനെ നിന്നെ ഇഷ്ടമാണ്, നിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവൻ വല്ല നുണയും പറയായിരിക്കും. ഇനിയിപ്പോ അവൻ പറയുന്ന സത്യമാണെങ്കിൽ തന്നെ മറ്റേ ജയിൽ പുള്ളി അവനാണ് ഈ കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കോ? ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, നീ എഴുന്നേറ്റ് പോകാൻ പറയും വാർഡൻ. അതിന് ആന്റി പറയും, സാർ അതൊന്നും കുഴപ്പമില്ല, റോമിയോ സാക്ഷി പറഞ്ഞാൽ എനിക്ക് ഒരു ട്രയലും കൂടി കിട്ടും. ഞാൻ സത്യമായിട്ടും ഈ കൊലപാതകം ചെയ്തിട്ടില്ല. ഞാൻ സത്യമായിട്ട് പറയാം, ഇവിടുന്ന് പുറത്തു പോയാലും നിങ്ങൾ ഈ പണം അടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ ആരോടും പറയില്ല. എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടണം. ഉടനെ വാർഡൻ ടെൻഷനായി, എന്റെ ഓഫീസിൽ നീ പണത്തിനെ കുറിച്ച് സംസാരിക്കരുത്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ എന്നെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞ് പോലീസുകാരെ വിളിച്ച് അവനെ 1 മാസം ഇരുട്ടുമുറി പൂട്ടിയിടാൻ പറയും. അതാണ് ആ ജയിലിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ. അന്നാണ് ആദ്യമായി ആ ജയിലിൽ 1 മാസമൊക്കെ ഒരാളെ ഇരുട്ടുമുറി പൂട്ടിയിടുന്നത്. ഇവിടെ കൂട്ടുകാർക്ക് അപ്പോഴാണ് മനസ്സിലാവുക, അപ്പൊ ആന്റി ശരിക്കും കുറ്റം ചെയ്തിട്ടില്ല. അവൻ എത്ര കാലമായി ജയിലിൽ? 19 വർഷമായി. അവനിപ്പോ തടവിലാണ് ചെയ്യാത്ത കുറ്റത്തിന്. അപ്പോഴാണ് സുന്ദരനൊരു കത്ത് വരിക. അവൻ ചുരുട്ടിയെറിഞ്ഞ ആൻസർ ഷീറ്റ് ആന്റി ബോർഡിന് അയച്ചു കൊടുത്തിരുന്നു. അതിലെ മാർക്ക് നോക്കുമ്പോൾ C+. അവൻ പാസ്സായി. അവൻ പാസ്സായി എന്നുള്ള കാര്യം സെല്ലിനകത്തുനിന്ന് ആന്റിക്ക് അറിയും. അവന് സന്തോഷാവും. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സുന്ദരനെ വാർഡൻ വിളിച്ചു വരുത്തും. ഒരു കാര്യം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് അവനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കവാടത്തിൽ കൊണ്ടുവരും. എന്നിട്ട് നീ പറയുന്ന സത്യമാണോ? നീ വെറുതെ പറയരുത്. ആന്റിയെ രക്ഷപ്പെടുത്താൻ നമുക്ക് ഒരുമിച്ച് പോരാടാം. പക്ഷെ കോടതി കൊണ്ടേ നിർത്തുമ്പോൾ നീ മാറ്റി പറയരുത്. സത്യമായിട്ടും നീ നടന്ന കാര്യം തന്നെയാണോ പറയണമെന്ന് ചോദിക്കുമ്പോൾ സുന്ദരൻ പറയും, സാർ സത്യമാണ്, അയാൾ എന്നോട് പറഞ്ഞത് സത്യമാണ്, എനിക്ക് ഈ കാര്യം അറിയാം. ഏത് കോടതിയിലും ഞാൻ വന്ന് സാക്ഷ്യം പറയാം. ആന്റി ഒരു നല്ല മനുഷ്യനാണ്, ഇവിടെ നിൽക്കേണ്ട ആളല്ല. ഇത് കേട്ട് വാർഡൻ അവന്റെ തോളത്ത് തട്ടിയിട്ട് മുകളിലേക്ക് നോക്കും. അവിടെ ഗണ്ണും വെച്ച് ക്യാപ്റ്റൻ നിൽപ്പുണ്ടാവും. ടേ എന്ന് 3 പൊട്ടിയിര് സുന്ദരൻ അവിടെ തന്നെ മരിച്ചു വീഴും. പാവം ചക്കൻ. അത് കഴിഞ്ഞ് വാർഡൻ നമ്മുടെ ആന്റീനെ കണ്ട് കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. പാവം അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി, അതുകൊണ്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഒരുപക്ഷെ നിനക്കും അതായിരിക്കും വിധി. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് മാത്രം നീ വിചാരിക്കണ്ട. അതിന് ഹീറോ പറയും, നിന്റെ സ്കാമിന് ഇനി ഞാൻ കൂട്ടു നിൽക്കില്ല. നിന്റെ കണക്ക് നോക്കാൻ ഇനി വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചോ, ഞാനെല്ലാം നിർത്താൻ പോവാന്ന്. അതിന് വാർഡൻ, നീ ഒന്നും നിർത്തില്ല, നീ വീണ്ടും എനിക്ക് വേണ്ടി ജോലി ചെയ്യും. നിന്റെ തീരുമാനം മാറ്റാൻ വേണ്ടി 1 മാസം കൂടി നീ ഇവിടെ തന്നെ കടാന്ന് പറഞ്ഞ് അവനെ വീണ്ടും 1 മാസം ആ ഇരുട്ടുമുറി പൂട്ടിയിടും. അങ്ങനെ 2 മാസം സോളിറ്ററി കടന്ന് അവൻ പുറത്തേക്ക് വരും, ഒരു ജീവച്ചവായിട്ട്. അത് കഴിഞ്ഞ് റെഡിനെ കാണുമ്പോൾ ആന്റി പറയും, ഞാൻ തന്നെയാണ് എന്റെ ഭാര്യനെ കൊന്നത്, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തില്ല എന്ന് മാത്രം. ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, പക്ഷെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാനൊരു മരം പോലെയാണെന്ന് അവൾ പറഞ്ഞു. അതിന് റെഡ് പറയും, നീ ഒരു ബാഡ് ഹസ്ബൻഡ് ആണ്, പക്ഷെ ഒരിക്കലും ഒരു കൊലയാളിയല്ല, നിന്നെ കൊണ്ടാകാൻ കഴിയില്ല. അപ്പൊ ആന്റി ചോദിക്കും റെഡിനോട്, നിനക്ക് ഈ ജയിലിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ പുറത്തു കിടക്കുകയാണെങ്കിൽ സുഹാട്ടനിജോ എന്ന് പറയുന്ന മെക്സിക്കോയിലൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ബീച്ചിനോരം ഒരു റെസ്റ്റോറന്റ് തുടങ്ങും. പഴയൊരു ബോട്ട് വാങ്ങി ഞാൻ തന്നെ റിപ്പയർ ചെയ്ത് അവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടുപോകും. സുഹാട്ടനിജോ എന്ന് പറഞ്ഞാൽ നോ മെമ്മറി എന്നാണ് അർത്ഥം. ഒന്നും ഓർമ്മയില്ലാത്ത ജീവിതം, ഒന്നും ഓർക്കാത്ത ജീവിതം. നിനക്കിഷ്ടാണെങ്കിൽ നീയും വായോ എന്റെ കൂടെ. എന്തും എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരാൾ അവിടെ ആവശ്യമുണ്ട്. അത് കേട്ട് റെഡ് പറയും, ഇതെല്ലാം ഷിറ്റി പൈപ്പ് ഡ്രീംസ് ആണ്, വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. എന്റെ ജീവിതം ഈ 4 മതിൽക്കെട്ടിനകത്ത് തന്നെ തീർന്നു. എനിക്കിപ്പോ പുറത്തുപോയി ജീവിക്കാൻ അറിയില്ല, അതാണ് സത്യം. നീയും യഥാർത്ഥത്തിലേക്ക് തിരിച്ചുവാ. മെക്സിക്കോ എവിടെയോ കിടക്കുന്നു, നമ്മളിപ്പോ ഈ ജയിലിലാണ്. അത് കേട്ട് ആന്റി പറയും, ഒന്നില്ലെങ്കിൽ തിരക്കുള്ള ജീവിതം, അല്ലെങ്കിൽ തിരക്ക് പെട്ടുള്ള മരണം. ഇത് രണ്ടും മാത്രമേ ആവാൻ പാടുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. അവൻ എഴുന്നേറ്റിട്ട് ബക്സ്റ്റോണിൽ ഒരു വലിയ ഹേ ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു വലിയ ഓക്ക് ട്രീ ഉണ്ട് നോർത്ത് എൻഡില്. അവിടെ വെച്ചാണ് ഞാൻ എന്റെ ഭാര്യനെ പ്രപ്പോസ് ചെയ്ത്. എന്നോട് സത്യം ചെയ്യ റെഡ്, ഒരു ദിവസം നീ ഈ ജയിലിൽ നിന്ന് പുറത്തു കിടക്കുകയാണെങ്കിൽ ആ ഓക്ക് ട്രീക്കടിയിൽ ഞാനൊരു സാധനം കുഴിച്ചു വെച്ചിട്ടുണ്ട്, നീ അതെടുക്കണം. അതെന്താന്ന് ചോദിക്കുമ്പോൾ നിനക്കത് കിട്ടുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞ് ആന്റി വേറൊന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് റെഡ് ബാക്കിയുള്ള ആൾക്കാരോട് ആന്റിക്ക് എന്തോ കുഴപ്പം പറ്റി, അവൻ ആകെ സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോൾ സംശയമുണ്ട്, വിഷമമുണ്ട്. നമ്മൾ അവനെ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അപ്പോഴാണ് മറ്റേ വെടക്കം പറയാ, ഓ ജീസസ്, ആന്റി ഇന്ന് എന്റെ കയ്യിൽ നിന്ന് 6 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് വാങ്ങിയിട്ട് പോയി. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞില്ല, സാധാരണയാണെന്ന് കരുതി ഞാൻ കൊടുത്തുവിട്ടു. എല്ലാരും പേടിക്കും. ഒരാൾ പറയും, ഇല്ല ഒരിക്കലും ആന്റി അങ്ങനെ ചെയ്യില്ല. അതിന് റെഡ്, എല്ലാ മനുഷ്യനുണ്ട് ഒരു ബ്രേക്കിംഗ് പോയിന്റ്, എനിക്കറിയില്ല അവൻ എന്താ ചെയ്യാൻ പോണേന്ന്. അത് കഴിഞ്ഞ് വൈകിട്ട് ഇവിടെ കണക്കെല്ലാം തീർത്ത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള പണം വാർഡന് കവറിലാക്കി കൊടുത്ത് ഇവരെ ഡോക്യുമെന്റ് സെൽഫി വെച്ച് പൂട്ടി നമ്മുടെ വാർഡൻ അവിടുന്ന് പുറപ്പെടും. പിറ്റേന്നൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഷൂ പോളിഷ് ചെയ്ത് കണ്ണാടി പോലെ തിളങ്ങണമെന്ന് വാർഡൻ അവനോട് വാൺ ചെയ്തിട്ട് പോകും. അവനും തലയാട്ടി വാർഡന്റെ വൃത്തികെട്ട ഷൂ എടുത്ത് നല്ല വൃത്തിയായിട്ട് പോളിഷ് ചെയ്യും. എന്നിട്ട് പണിയും കഴിഞ്ഞ് തിരിച്ച് സെല്ലിലേക്ക് വരുമ്പോ ആന്റി റെഡിനെ നോക്കുന്നുണ്ടാവും. റെഡ് ആന്റിനെയും. അവന് സംശയമുണ്ട് ഇന്ന് രാത്രി അവൻ എന്താ ചെയ്യാൻ പോണെന്ന്. ലൈറ്റ് ഓഫ് ആകും, കയ്യിൽ കയറുമായിട്ട് ആന്റി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ റെഡ് ആണെങ്കിൽ അവൻ ഉറക്കം തന്നെ വരില്ല, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാളരാത്രിയാണെന്ന്. രാവിലെ അറിയൂ എന്താ സംഭവിച്ചെന്നുള്ളത്. പിറ്റേന്ന് രാവിലെയായി അറ്റൻഡൻസ് എടുക്കാൻ പോലീസുകാർ വന്നു. എല്ലാ തടവുകാരും പുറത്തേക്ക് വന്ന് ലൈനായിട്ട് നിൽക്കും, ഓരോരുത്തരെ പേരായിട്ട് വിളിക്കും. പക്ഷെ സെൽ 245 ആന്റി ഡുഫ്രെയിൻ അവനെ
മാത്രം സെല്ലിന്റെ പുറത്ത് കാണുന്നില്ല. തടിയൻ പോലീസ് പുറത്തു വടച്ചക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലൂന്ന് പറഞ്ഞ് ഇവരെല്ലാവരും സെല്ലിൽ പോയി നോക്കും. എന്തോ കണ്ട് ഞെട്ടിത്തെരിച്ച് പെട്ടെന്ന് തന്നെ ഇവര് വാർഡനെ വിളിക്കും. ആ സമയത്ത് വാർഡനാണെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന കണ്ണാടി പോലുള്ള ഷൂ നോക്കുമ്പോ പിഞ്ഞിപ്പോയി ചെളി പിടിച്ച തടവുകാര ഷൂ. ഉടനെ സൈറൺ മുഴങ്ങും. നമ്മുടെ ചെക്കൻ ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇവരോടി വന്ന് ആ സെല്ല് ചെക്ക് ചെയ്യും. ആന്റീനെ കാണാനില്ല. വാർഡൻ തടിയൻ പോലീസിനോട് ചൂടാകും. ഇന്നലെ രാത്രി ലിസ്റ്റിൽ അവന്റെ പേരുണ്ട്, രാവിലെ അവനെ കാണാനില്ല. അവനെന്താ ആവിയായിട്ട് പറന്നോ? എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഈ നിമിഷം ഈ സെക്കൻഡ് ആന്റി ഡുഫ്രെയിൻ എന്റെ കൺമുന്നിൽ ഉണ്ടാവണം. ഇറങ്ങി പോടാന്ന് പറഞ്ഞ് എല്ലാരെയും പേടിപ്പിച്ചോടിക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാരെ വിളിക്കുന്ന് പറഞ്ഞ് നമ്മുടെ റെഡിനെ വിളിച്ച്, നീ അവന്റെ ബെസ്റ്റ് കൂട്ടുകാരനല്ലേ ഈ ജയിലിനകത്ത്, അവൻ എന്തായാലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരിക്കും, സത്യം പറയടാ അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റെഡിനെ തല ചുറ്റിപ്പോകും. അവനൊരു സിംഗിൾ വേർഡ് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കാൻ നോക്കാണോടാ, അവൻ എവിടെ പോയി? മേ ബി ഇവളോട് ചോദിക്കാന്ന് പറഞ്ഞ് പോസ്റ്ററിലുള്ള റാൻഡി ഓട്ടനോ, ആ പെണ്ണിന്റെ പേരും മറന്നുപോയി, ആ നടിയുടെ പിക്ചറിലേക്ക് ആന്റി കല്ലോണ്ട് ഉണ്ടാക്കി വെച്ച ടോയ്സ് എടുത്ത് എറിയും. അപ്പൊ ആ ടോയ് ആണെങ്കിൽ ആ പിക്ചറും പൊട്ടിച്ച് അകത്തേക്ക് പോയി കാണും. വാർഡൻ അതിന്റെ അകത്തൂടെ കൈയിട്ട് നോക്കുമ്പോ ആ പോസ്റ്റർ മൊത്തം കീറി വലിച്ചു പറിച്ചു നോക്കുമ്പോ വലിയൊരു ഹോള്, ഒരു മനുഷ്യൻ രക്ഷപ്പെട്ട് പോകാൻ കഴിയുന്ന അളവിലുള്ള ഒരു ഹോള്. സോ ചെക്കൻ തുരങ്കം ഉണ്ടാക്കി രക്ഷപ്പെട്ട് ഓടിയിരിക്കുകയാണ്. ഒരുപാട് പോലീസുകാരായി, പോലീസ് പട്ടികളായി ആ ജയിലിന് ചുറ്റും ഭയങ്കരമായ തെരച്ചിൽ. പക്ഷെ പോലീസിന് കിട്ടിയതാവട്ടെ ഒരു ബാർ സോപ്പ്, ആന്റി ഇട്ടിരുന്ന ഷർട്ടും പാന്റും, അതിനൊപ്പം അവന്റെ ആ ചെറിയ കൽച്ചുറ്റിക. അതുകൊണ്ട് ഒരാൾ തുരങ്കം ഉണ്ടാക്കി രക്ഷപ്പെടണമെങ്കിൽ 600 വർഷമാവുന്നാണ് നമ്മുടെ റെഡ് പറഞ്ഞത്. പക്ഷെ ആന്റി 19 വർഷം കൊണ്ട് പുറത്തേക്ക് വന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. ആന്റി പേരെഴുതാൻ നോക്കുമ്പോൾ ആ ചുമരിന്ന് ഒരു കല്ല് പറഞ്ഞ് താഴത്തേക്ക് വരും. അവിടുത്തെ മണ്ണിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് ആന്റിക്ക് ആ ചുമരിന്റെ ബലം മനസ്സിലാവുക. എളുപ്പത്തിൽ തോണ്ടി ഇവന് തുരങ്കം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനും ആവശ്യത്തിനുള്ള സമയം വേണം. സോ അവൻ പോസ്റ്റർ സംഘടിപ്പിച്ചു. അതിന് പുറകിലാണ് ഇവൻ ഡെയിലി ചിരണ്ട. എന്നിട്ട് ഇവൻ തോണ്ടിയെടുത്ത മണ്ണും കല്ലൊക്കെ പോക്കറ്റിലാക്കി രാവിലെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ അവിടെ തന്നെ വെതറിയിടും. ഇതൊന്നും ആരും ഇത്രയും കാലമായിട്ട് അറിഞ്ഞിരുന്നില്ല. അതിനേക്കാളും ഭയങ്കരമായ മറ്റൊരു ട്വിസ്റ്റും കൂടിയുണ്ട്. ആന്റി അവസാന ദിവസം വാർഡന്റെ ലോക്കറി വെച്ച ഡോക്യുമെന്റ് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വാർഡന്റെ നല്ലൊരു വസ്ത്രം അടിച്ചു മാറ്റി അതിനൊപ്പം തന്നെ ഷൂ നന്നായി വെട്ടിത്തിളങ്ങുന്ന പോലെ പോളിഷ് ചെയ്ത് അവൻ തന്നെ ധരിച്ച് തിരിച്ച് സെല്ലിലേക്ക് വന്നു. ആ ഷൂ പോലും ആരും ശ്രദ്ധിച്ചില്ല. സമയം രാത്രിയായി. സാധനങ്ങളൊക്കെ കെട്ടിപ്പെറുക്കി ഇവൻ ആ തുരങ്കത്തിൽ കൂടെ ടോർച്ച് അടിച്ച് അതിനപ്പുറത്തേക്ക് വരും. ഈ ഡോക്യുമെന്റ് ഒക്കെ കാലി കെട്ടി വലിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ആ കയറ് ചോദിച്ചത്. അങ്ങനെ അവൻ ആ ചുമര് താണ്ടി ടോയ്ലറ്റ് വേസ്റ്റ് ഒക്കെ പോകുന്ന പൈപ്പ് ലൈനിന്റെ ഭാഗത്തേക്ക് വരും. അവിടെ നിന്ന് കറക്റ്റ് ഇടിവെട്ടുന്ന സമയത്ത് ആ ശബ്ദത്തോട് മാച്ച് ചെയ്ത് ഇവൻ കല്ലുകൊണ്ട് ബാത്റൂം വേസ്റ്റ് പോകുന്ന പൈപ്പ് അടിച്ചു പൊട്ടിക്കും. എന്നിട്ട് ആ വലിയ പൈപ്പിനകത്തൂടെ കയറി നിരങ്ങി 500 യാർഡ്സ് താണ്ടിയിട്ടാണ് ആ പൈപ്പ് ലൈൻ അവസാനിക്കുക. അത്രയും ദൂരവും മനുഷ്യന്റെ വേസ്റ്റ് ആണ്. അതിന്റെ മണവും സഹിച്ചവൻ നിരങ്ങി പോകും. അങ്ങനെ എൻഡിലേക്ക് വന്ന് അന്ന് മഴ പെയ്ത വെള്ളത്തിന്റെ ചാലിലേക്ക് അവൻ ചാടി വീഴും. എന്നിട്ട് അവിടെ നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു കളഞ്ഞ് ആകാശത്തേക്ക് നോക്കി 2 കൈയും വിരിച്ച് അവൻ ആ ഫ്രീഡം ആഘോഷിക്കും. പിറ്റേന്നാണ് ജയിലിലെ നമ്മുടെ റെഡ് ഉൾപ്പെടെ എല്ലാവർക്കും അവൻ രക്ഷപ്പെട്ട കാര്യം അറിയുള്ളൂ. രക്ഷപ്പെട്ട അടുത്ത ദിവസം തന്നെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ബാങ്കിലേക്കെല്ലാം ഒരു VIP ചെല്ലും, പണം വിഡ്രോ ചെയ്ത് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറാൻ വേണ്ടി. അതാണ് ഈ പടത്തിലെ വലിയ ട്വിസ്റ്റ്. നമ്മുടെ ആൾ ആന്റി ഡുഫ്രെയിൻ തന്നെയാണ് ആ VIP. സംഭവം നടന്ന എന്താന്ന് വെച്ചാൽ ആന്റി ജയിലിൽ ഇരിക്കുമ്പോൾ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയില്ലേ, ആ ക്യാരക്ടർക്ക് വേണ്ട എല്ലാ ഐഡിയ ഉണ്ട്. സിഗ്നേച്ചർ തമ്പ് വരെ നമ്മുടെ ആന്റിയുടെയാണ്. സോ ആന്റിയാണ് ഇപ്പൊ ആ ക്യാരക്ടർ, പുതിയൊരു മനുഷ്യൻ. അങ്ങേരെ പേരിലാണ് ആ നാട്ടിലെ എല്ലാ ബാങ്കിലും പണം ഉള്ളത്. ആ പണം എല്ലാം വിഡ്രോ ചെയ്ത് അണ്ണൻ നാട് കിടക്കും. ഒപ്പം ഒരു പോസ്റ്റലും പത്രക്കാർക്ക് അയച്ചു കൊടുത്തിട്ടാണ് അവൻ പോവുക. ആ പോസ്റ്റലില് നമ്മുടെ വാർഡനും ക്യാപ്റ്റനും മറ്റു പലരും ചേർന്ന് ഷോഷാങ് ജയിലിൽ നടത്തുന്ന എല്ലാ തിരിമറികളുടെ വിവരങ്ങളും ഉണ്ടാവും. ആ ന്യൂസ് പത്രത്തിൽ അടിച്ചു വരും. ഒരു FBI പട തന്നെ ഷോഷാങ് ജയിലിലേക്ക് വരുമ്പോൾ ഈ ന്യൂസ് കണ്ട് വാർഡൻ ഓടി വന്ന് അയാളുടെ ലോക്കർ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് റെക്കോർഡ് ബുക്കല്ല, ആന്റിയുടെ ബൈബിളാണ് ഉണ്ടാവുക. അതും ഈ ചുറ്റിക മറച്ചു വെച്ചിരുന്ന ബൈബിൾ. സോ ആന്റി അത്രയും കാലം ഈ ബൈബിളിനകത്താണ് ചുറ്റിക മറച്ചു വെച്ചിരുന്നത്. FBI പോലീസുകാർ ആദ്യം നമ്മുടെ ക്യാപ്റ്റൻ അറസ്റ്റ് ചെയ്യും. ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ അവൻ വാവിട്ട് കരഞ്ഞു എന്നാണ് നമ്മുടെ റെഡിനോട് ബാക്കിയുള്ളവർ പറയുക. അടുത്തത് വാർഡൻ ഇത്രയും അപമാനം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരൻ ഗണ്ണെടുത്ത് സ്വന്തം തലയെ വെടിവെച്ച് മരിക്കും. അങ്ങനെ ആ കഥയെല്ലാം തീർന്ന് ജയിലിൽ സമാധാനം ഉള്ളപ്പോഴാണ് നമ്മുടെ റെഡിന് ഒരു പോസ്റ്റ് കാർഡ് വരിക. അതിനകത്തൊന്നും കാണില്ല, ഫ്രം അഡ്രസ് മാത്രം കാണും. ആ ഫ്രം അഡ്രസ് നോക്കുമ്പോൾ റെഡിന് മനസ്സിലാവും നമ്മുടെ ചെക്കൻ ബോർഡർ കടന്നു കഴിഞ്ഞു. ആന്റി ഡുഫ്രെൻസ് മറ്റൊരു പേരിൽ സ്വന്തം കാറുമായി പുതിയൊരു ജീവിതത്തിലേക്ക് യാത്രയായി. കാലങ്ങൾ വീണ്ടും കടന്നു പോകും. എന്നാലും ആന്റി ഡുഫ്രെയിന്റെ കഥ വീണ്ടും ആ ജയിലിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും അവനൊരു ഹീറോ ആണ്. അത്രയും കാലം പ്രതീക്ഷയില്ലാതിരുന്ന ജയിൽ പുള്ളികൾക്ക് പ്രതീക്ഷ നൽകിയിട്ട് പോയവനാണ് ആന്റി ഡുഫ്രെയിൻ. അത് കഴിഞ്ഞിപ്പോ നമ്മുടെ റെഡിന്റെ 40ാം വർഷ പരോൾ ഇന്റർവ്യൂ ആണ്. ഒരു ചെറുപ്പക്കാരൻ വരും, നിങ്ങൾ റീഹാബിലേറ്റഡ് ആയോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഏകദേശം പുതിയൊരാളായിട്ട് മാറിയോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അതിന് റെഡ് പറയും റീഹാബിലേറ്റഡ്, അതെന്താന്ന് പോലും എനിക്കിപ്പോ അറിയില്ല. മോനെ, ഞാനൊരു കാര്യം പറയാം. നിന്നെപ്പോലെ ചെറുപ്പക്കാരൻ ചെക്കന്മാര് ടൈയും കെട്ടിയ ഒരു ജോലിയായി എന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ചെയ്ത കാര്യത്തിന് എനിക്ക് കുറ്റബോധമുണ്ട്. എല്ലാ ദിവസവും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ട്. അതൊന്നും നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടി വെച്ചതുകൊണ്ടല്ല. ഞാൻ എന്റെ ചെറുപ്പകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മണ്ടൻ ചെക്കൻ അറിയാതൊരു ക്രൈം ചെയ്തു പോയി.
പോയി. അവനോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട്. വേണ്ടടാ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ലോകത്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അവന് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ പയ്യൻ പോയി. ഇപ്പൊ ഈ കിളവൻ മാത്രമേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയാണോ നിന്റെ ഈ ചോദ്യം? റീഹാബിലേറ്റഡ്. സോ എന്റെ സമയം കളയാതെ റിജക്റ്റ് എന്ന് എഴുതി നിന്റെ സ്റ്റാമ്പ് എടുത്ത് പേപ്പറിൽ കുത്തിയിട്ട് നീ പൊയ്ക്കോ, എനിക്ക് ഒരു മാക്കാപ്പാവും ഇല്ല എന്ന് പറഞ്ഞ് ഡാഡി അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഇപ്രാവശ്യം ആ പുതിയ ചെറുക്കൻ അപ്രൂവ്ഡ് അടിച്ച് നമ്മുടെ ആൾക്ക് പരോള് കൊടുക്കും. 40 വർഷം കഴിഞ്ഞ്. അങ്ങനെ 40 years ലേറ്റർ റെഡ് എല്ലാ പോലീസുകാരെയും കണ്ട് ചിരിച്ച് പുറം ലോകത്തേക്ക് വരികയാണ്. അങ്ങേർക്കും നമ്മുടെ പഴയ പാപ്പൻ ബ്രൂക്സിന് കൊടുത്ത അതേ മുറി താമസം, അങ്ങേര് ചെയ്ത അതേ ജോലി, ബാഗ് പാക്ക് ചെയ്യുക. ദിവസങ്ങൾ അങ്ങനെ പോകും. ഈ പുതിയ ലോകത്ത് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് നമ്മുടെ റെഡിനും അറിയില്ല. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് റെഡ് വിചാരിക്കും. പക്ഷെ ആന്റിക്ക് കൊടുത്ത ഒരു സത്യമുണ്ട്. അത് പാലിക്കാൻ വേണ്ടി ആ ബക്സ്റ്റണിലെ ഒലിവ് മരവും തേടി നമ്മുടെ റെഡ് പോകും. അവസാനം അവനത് കണ്ടുപിടിക്കും. മരത്തിനടിയിലെ കല്ലൊക്കെ മാറ്റി നോക്കുമ്പോൾ അതിനകത്തൊരു ലെറ്റർ. ഡിയർ റെഡ്, നീ ഇത് വായിക്കുകയാണെങ്കിൽ നീ പുറത്തു കടന്നു എന്നർത്ഥം. നീ ഇത്രയും ദൂരം വന്നോണ്ട് ഇനി കുറച്ചു ദൂരം കൂടി നിനക്ക് വരാനുണ്ട്. ഞാൻ പറഞ്ഞ ടൗണിന്റെ പേര് നിനക്ക് ഓർമ്മയില്ലേ? സുഹാത്താനച്ചോ. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റിമെമ്പർ റെഡ്, ഹോപ്പ് ഇസ് എ ഗുഡ് തിങ്, മേ ബി ദ ബെസ്റ്റ് തിങ്. നല്ല കാര്യങ്ങൾ ഒരിക്കലും മരിക്കില്ല. ഈ ലെറ്റർ നിനക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യുവർ ഫ്രണ്ട് ആന്റി. പിറ്റേന്ന് ബ്രൂക്കിനെ പോലെ റെഡും സ്റ്റൂളിൽ കയറി സീലിംഗിൽ റെഡും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ച് ഒരു ബസ് ടിക്കറ്റും എടുത്ത് അമേരിക്കയിൽ നിന്ന് എസ്കേപ്പായി മെക്സിക്കോയിലേക്ക് പോകും. ശരിക്കും പരോൾ സമയത്ത് ഇങ്ങനെ എസ്കേപ്പ് ആവാൻ പാടില്ല. പക്ഷെ ഇത്രയും പ്രായമായ അപ്പൂപ്പനെ തേടി ഒരു പോലീസും വരില്ല എന്നുള്ളത് റെഡിനറിയാം. റെഡ് എങ്ങനെ ഹുത്തുവാന ജോ ബീച്ചിലേക്ക് വരുമ്പോൾ അവിടെ ആന്റി പറഞ്ഞ പോലെ തന്നെ ഒരു പഴയ ബോട്ടും വാങ്ങി അത് റിപ്പയർ ചെയ്യായിരിക്കും. അവിടെ വെച്ച് പഴയ 2 ജയിൽ സുഹൃത്തുക്കളും കണ്ടുമുട്ടുമ്പോൾ അവിടെ തന്നെ വെച്ചാണ് നമ്മുടെ ഈ സിനിമയും അവസാനിക്കുന്നത്. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ആ അവസാനത്തെ ക്ലൈമാക്സ് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചാണോ എല്ലാവരും? ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്നെ പറ്റിക്കോ എന്നുള്ളൊരു പേടിയായിരുന്നു ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച സിനിമ എന്നാണ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് തോന്നിയോ അതോ നോർമൽ ഒരു സിനിമ കണ്ട ഫീൽ ആണോ എന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കൂ. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പുതിയ സ്വത്തുക്കുട്ടികൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും